ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അർത്ഥവും പ്രസക്തിയും ജാതി മതഭേദമന്യേ എല്ലാ സത്യാന്വേഷികളും അത്യാവശ്യമായി ഗ്രഹിച്ചിരിക്കേണ്ട ഒന്നാണ്. ലോകത്തിലെ പ്രത്യയശാസ്ത്രങ്ങളിൽ വച്ച് ഏറ്റവും അതുല്യമായ സ്ഥാനമാണ് ക്രിസ്തീയ വിശ്വാസ സംഹിതയ്ക്കുള്ളത്. മനുഷ്യജീവിതത്തിൻ്റെ നാനാവശങ്ങളെ ഇത്രയും ക്രമീകൃതവും സമീകൃതവുമായി അവതരിപ്പിക്കുവാൻ മറ്റേതെങ്കിലും വിശ്വാസ സംഹിതയ്ക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ബൈബിൾ സത്യങ്ങളെ മനസ്സിലാക്കുന്നതും ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതും വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, വളരെ അത്യാവശ്യവുമാണ്. എന്നാൽ ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്ന അനേകർ ക്രിസ്തുവിനെ ദൈവമായോ രക്ഷകനായോ അംഗീകരിക്കാത്തവരാണ് എന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. അവരിൽ പലരും ബൈബിൾ വായിക്കാത്തവരോ ബൈബിളിനെ അംഗീകരിക്കാത്തവരോ ആണ്. ബൈബിൾ പണ്ഡിതരെന്ന് അറിയപ്പെടുന്നവരിൽ ചിലരെങ്കിലും ബൈബിൾ സത്യങ്ങളിൽ വിശ്വസിക്കാത്തവരുമാണ്. ബൈബിൾ വായിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവരിൽ അനേകർ ബൈബിൾ സത്യങ്ങളെ കോട്ടിക്കളയുകയും ചെയ്യുന്നു. മാത്രവുമല്ല, വാസ്തവമായും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സാക്ഷാൽ ക്രിസ്ത്യാനികളിൽ അനേകർക്കും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയുകയുമില്ല. ഇത്തരമൊരു ദുരവസ്ഥയാണ് വാസ്തവത്തിൽ ഇന്ന് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വിഷയങ്ങളെപ്പറ്റി അല്പമായിട്ട് ചിന്തിക്കുന്നത്. അത് ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് അത് വളരെ പ്രയോജനമായി തീരും. ബൈബിൾ മനുഷ്യനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തതും തെറ്റില്ലാത്തതുമായ വെളിപ്പാടാണ്. എന്നാൽ ഈ ബോധ്യം ഇന്ന് പലർക്കും ഇല്ലാത്തതുകൊണ്ട് ബൈബിളിലുള്ള ആഴമായ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ അവർ പരാജയപ്പെടുന്നു. സഭകളിൽ ഇന്ന് ശരിയായ ബൈബിൾ പഠനത്തിന് അർഹിക്കുന്ന സ്ഥാനം ലഭിക്കാത്തതിനാൽ ദുരുപദേശങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ സത്യത്തിൽ നിന്ന് അകന്നുപോകുന്നു. ചിലർ മനുഷ്യബുദ്ധിക്കും മറ്റു ചിലർ വ്യക്തിപരമായ അനുഭവങ്ങൾക്കും ദൈവവചനത്തേക്കാൾ പ്രാധാന്യം കൊടുത്ത് ബൈബിളിൻ്റെ ആധികാരികതയെ അവഗണിക്കുന്നു. തെറ്റും ശരിയും തമ്മിൽ വേർതിരിച്ചറിയുവാനും എല്ലാത്തെയും അളക്കാനുമുള്ള മാനദണ്ഡമായി ബൈബിളിൻ്റെ സ്ഥാനത്തെ അംഗീകരിക്കാത്തത് വളരെ അപകടമാണ്. ബൈബിളിൻ്റെ യഥാർത്ഥ ദൈവിക സ്വഭാവത്തെപ്പറ്റിയും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവിക സത്യങ്ങളെപ്പറ്റിയും പരിജ്ഞാനമുള്ളവർ സഭകളിൽ ഉണ്ടായാൽ മാത്രമേ സത്യത്തിൽ നിലനിൽക്കുവാൻ വിശ്വാസികൾക്ക് കഴിയൂ. അപ്പോൾ മാത്രമേ അപകടകരമായ ദുരുപദേശങ്ങൾ സഭയിൽ നിന്ന് മാറിപ്പോവുകയുള്ളൂ. അതിനാൽ എല്ലാ വിശ്വാസികളും ബൈബിൾ ആഴമായി പഠിക്കാനും ശരിയായി വ്യാഖ്യാനിക്കാനും കഴിവുള്ളവരായി തീരണം. ദൈവിക വെളിപ്പാടിൻ്റെയും മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെയും ആധികാരികമായ അടിസ്ഥാനം വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളാണ് എന്നതാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കേണ്ടത്. ബൈബിളിലെ പഴയ ഉടമ്പടി, പുതിയ ഉടമ്പടി ഭാഗങ്ങളിലെ 66 പുസ്തകങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവനിയോഗം ലഭിച്ച ചില മനുഷ്യർ എഴുതിയതാണ് ബൈബിളിലെ ഓരോ വാക്കും. അവയിൽ തെറ്റില്ല. അവ മുഴുവനും ദൈവവചനമാണ്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ സംബന്ധിച്ച് ദൈവത്തിൽ നിന്ന് ലഭിച്ച വെളിപ്പാടാണ് ബൈബിൾ. സത്യവിശ്വാസത്തിൻ്റെയും വിശുദ്ധ ജീവിതത്തിൻ്റെയും തെറ്റുപറ്റാത്തതും സുസ്ഥിരവുമായ അടിസ്ഥാനവും മാനദണ്ഡവും ബൈബിളാണ്. പ്രബോധനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിലൂടെ ആത്മീയ പൂർണ്ണതയിലേക്ക് വളരുന്നതിനും നാം ഉപയോഗിക്കേണ്ടത് ബൈബിൾ മാത്രമാണ്. ഈ ബൈബിളിൽ നിന്ന് ഏകസത്യ ദൈവം എങ്ങനെയുള്ളവനാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തെ നിരീക്ഷിച്ചുകൊണ്ടും നമുക്ക് ദൈവത്തെപ്പറ്റി പൊതുവായ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ഏകസത്യ ദൈവം നിത്യനും അനന്തനുമായ രാജാവും
പരിശുദ്ധിയിലും ജ്ഞാനത്തിലും നന്മയിലും നീതിയിലും ശക്തിയിലും സ്നേഹത്തിലുമെല്ലാം പരിപൂർണതയുള്ളവനും മാറ്റമില്ലാത്ത ആത്മാവുമാകുന്നു. സർവ സൃഷ്ടലോകവും തൻ്റെ സാന്നിധ്യത്തിലായതുകൊണ്ടും തൻ്റെ ഹിതം പോലെ എവിടെ വേണമെങ്കിലും സന്നിഹിതനാകാൻ കഴിയുമെന്നുള്ളതുകൊണ്ടും ഈ ദൈവം സർവവ്യാപിയാണ്. ഈ ഏകസത്യ ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 വ്യത്യസ്ത വ്യക്തികളായി ഇപ്പോൾ വെളിപ്പെട്ടു നിൽക്കുന്നു. അവർ സാരാംശത്തിൽ ഒന്നും പൂർണ്ണമായും സമമായും ദൈവവും ശക്തിയിലും മഹത്വത്തിലും തുല്യരുമാണ്. പിതാവായ ദൈവം ത്രിയേക ദൈവത്തിലെ ഒന്നാമതായി വെളിപ്പെട്ട വ്യക്തിത്വമാണ്. പിതാവായ ദൈവം മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പിതാവും യേശുവിലുള്ള വിശ്വാസത്താൽ വീണ്ടും ജനിച്ചവരുടെ പിതാവുമാകുന്നു. ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം സർവത്തെയും സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചപ്പോൾ അവയെല്ലാം നല്ലവയായിരുന്നു. തൻ്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലാവരും രക്ഷ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. പുത്രനായ ദൈവം ത്രിയേക ദൈവത്തിലെ രണ്ടാമതായി വെളിപ്പെട്ട വ്യക്തിത്വമാണ്. പുത്രനായ ദൈവം പിതാവായ ദൈവത്തിൽ നിന്ന് വന്ന നിത്യനായ ദൈവപുത്രനാണ്. ദൈവപുത്രൻ എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രത്യക്ഷത എന്നാണ്. ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളായ പുത്രനായ ദൈവം മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി മനുഷ്യനായി വന്നതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു എന്നേക്കും പൂർണ്ണമായും മനുഷ്യനും പൂർണ്ണമായും ദൈവവുമായി ജീവിക്കുന്നു. യേശുക്രിസ്തുവിൽ ദൈവത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും അടിസ്ഥാന സവിശേഷതകൾ അഭേദ്യമായ രീതിയിൽ സംയോജിതമായിരിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേയുള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവ സമ്പൂർണതയും വസിക്കാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ ആയ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തുവിൽ ദൈവത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയുമെല്ലാം അടിസ്ഥാന സവിശേഷതകൾ അഭേദ്യമായ രീതിയിൽ സംയോജിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുക്രിസ്തു അതിസ്വാഭാവികമായ രീതിയിൽ പരിശുദ്ധാത്മാവിനാൽ രൂപം കൊണ്ട് പാപമില്ലാത്തവനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്നു. പാപമില്ലാതെ ജീവിച്ചു. എക്കാലത്തുമുള്ള എല്ലാ മനുഷ്യരുടെയും എല്ലാ പാപങ്ങൾക്കുമുള്ള പരിപൂർണ പരിഹാര ബലിയായി കുരിശിൽ മരിച്ച് എല്ലാ മനുഷ്യർക്കും പകരമായി മരണശിക്ഷ സ്വയം അനുഭവിച്ചു. ഭൂമിയിൽ അടക്കപ്പെട്ടു.
മൂന്നാം നാൾ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റു. അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റ് മഹത്വീകരിക്കപ്പെട്ട തൻ്റെ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് കരേറി പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്ന് തന്നിൽ വിശ്വസിക്കുന്നവർക്കായി മാധ്യസ്ഥം വഹിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവരും ഉയർപ്പിക്കപ്പെടും എന്ന് യേശുവിൻ്റെ ഉയർപ്പ് നമുക്ക് തെളിയിച്ചു തരുന്നു. തന്നിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടമായ മണവാട്ടി സഭയെ തന്നോട് ചേർക്കാനായി യേശു മധ്യാകാശത്തിൽ വരുവാനിരിക്കുന്നു. അതിനുശേഷം തൻ്റെ ശരീരത്തോടെ വ്യക്തിപരമായും പ്രത്യക്ഷമായും ഭൂമിയിലേക്ക് വന്ന് മനുഷ്യവർഗത്തെ ന്യായം വിധിക്കുകയും 1000 വർഷം ഭരണം നടത്തുകയും ചെയ്യും. ദൈവം യേശുക്രിസ്തുവിലൂടെ സകല മനുഷ്യരെയും ന്യായം വിധിക്കും. യേശുക്രിസ്തു നടത്തുന്ന അന്ത്യന്യായവിധിയോടെ മനുഷ്യചരിത്രം അവസാനിക്കുകയും നിത്യത ആരംഭിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവായ ദൈവം ത്രിയേക ദൈവത്തിലെ മൂന്നാമതായി വെളിപ്പെട്ടു നിൽക്കുന്ന വ്യക്തിത്വമാണ്. പരിശുദ്ധാത്മാവ് പ്രത്യേകമായ വിധത്തിൽ പെന്തക്കോസ്ത് നാളിൽ ഭൂമിയിലേക്ക് വന്നു. അന്ന് യേശുക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തി തൻ്റെ ശരീരമായ സഭയോട് ചേർത്തു. അന്നു മുതൽ പരിശുദ്ധാത്മാവ് എല്ലാ വിശ്വാസികളിലും സ്ഥിരമായി അധിവസിച്ച് സഹായിക്കുന്നു. യേശുവിനെ മഹത്വപ്പെടുത്തുക, വ്യക്തികളിൽ പാപബോധവും വീണ്ടും ജനനവും ഉളവാക്കുക എന്നിവ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യമാണ്. യേശുവിലുള്ള വിശ്വാസത്താൽ വീണ്ടും ജനനം പ്രാപിക്കുന്ന സത്യവിശ്വാസിക്ക് യേശുക്രിസ്തു അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ പുതുജീവനും സ്നാനവും നൽകി തൻ്റെ ശരീരമായ അദൃശ്യ സഭയോട് ചേർക്കുന്നു. പ്രകടമല്ലാത്ത ഈ പരിശുദ്ധാത്മ സ്നാന അനുഭവത്തിലൂടെ അദൃശ്യമായ യേശുവിൻ്റെ ശരീരമായ സാർവത്രിക സഭയുടെ ഭാഗമായിട്ട് തീർന്ന് യേശുക്രിസ്തുവിനോട് ചേർന്നവർ തങ്ങളുടെ ഈ ആത്മീയ അനുഭവം പ്രത്യക്ഷമായ രീതിയിൽ ആഘോഷിക്കുന്നു. അങ്ങനെ അവർ പ്രകടവും പ്രത്യക്ഷവുമായ വെള്ളത്തിലുള്ള മുഴുകൽ സ്നാനത്തിലൂടെ തങ്ങളിൽ നടന്ന ആത്മീയ സംഭവങ്ങളെ പ്രതീകാത്മകമായ രീതിയിൽ പ്രഖ്യാപിച്ച് ദൃശ്യമായ പ്രാദേശിക സഭയുടെ ഭാഗമായി തീരുന്നു. ക്രിസ്തുവിനെ അനുസരിക്കുന്ന വിശ്വാസികളിൽ പരിശുദ്ധാത്മാവ് തൻ്റെ ഫലം പുറപ്പെടുവിക്കുകയും അവരെ തൻ്റെ ശക്തിയാൽ നിറയ്ക്കുകയും ചെയ്യുന്നു. വിശ്വാസികളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അടയാളം, പരിശുദ്ധാത്മ നിറവിൻ്റെ അടയാളം, അവരിൽ പ്രകടമാകുന്ന ആത്മാവിൻ്റെ ഫലവും ക്രിസ്തുവിൻ്റെ സ്വഭാവവുമാണ്. ഇങ്ങനെ പരിശുദ്ധാത്മ നിറവുള്ള സത്യവിശ്വാസികൾക്ക് സുവിശേഷീകരണത്തിനും പരസ്പര ശുശ്രൂഷയ്ക്കും സഭയുടെ ആത്മീക വർധനവിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നൽകുന്നു.